ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ചയുടെ ഈ സായംവേളയിൽ ഞങ്ങൾക്കിപ്രകാരം ഈ ദേശത്ത് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതായ സമാധാനം, സന്തോഷം ഈ ദേശത്തിലെ പ്രിയപ്പെട്ടവരോട് പറയണമെന്നുള്ള നിർബന്ധം ഞങ്ങളുടെ മേലുള്ളതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് ഈ ലോകത്തിലായിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യവൃന്ദങ്ങളോട്, തന്നെ അനുഗമിക്കുന്ന തൻ്റെ അനുകാരികളോട് പറയുകയുണ്ടായി, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന മാറ്റമില്ലാത്ത കർത്താവിൻ്റെ തിരുവെഴുത്തുകളിൻ പ്രകാരം മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെയുള്ള സന്ദേശവും സുവിശേഷ സമാധാന സന്ദേശവുമായി ഞങ്ങൾ ഈ കണ്ണംകുഴി ദേശത്ത് കടന്നു വന്നിരിക്കുകയാണ്. തുടർന്നുള്ള സമയം ഞങ്ങൾ ദേശത്തോട് വിളിച്ചു പറയുന്നതായ ഈ ആത്മീക സന്ദേശം വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് സ്നേഹപൂർവം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. സ്നേഹിതരെ, ഈ ലോകത്തിൽ നാം എവിടെ നോക്കിയാലും പാപവും ശാപവും അതുപോലെ തന്നെ അതിക്രമങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര തന്നെ ശിക്ഷാ നിയമങ്ങളും അതിൻ്റെ നടപടികളൊക്കെയും നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും അതിനെ ഒന്നും വകവയ്ക്കാതെ വണ്ണം മനുഷ്യൻ പാപം ചെയ്യുവാൻ, തെറ്റുകൾ ചെയ്യുവാൻ ധൈര്യം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാരണം എന്താണ്? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യനിലുള്ള ആ പാപ സ്വഭാവമാണ് അവനെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്, അവനെ പാപത്തിലേക്ക് വഴി നടത്തുന്നത്. എന്നാൽ മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിണിതമായ അവൻ്റെ തിന്മകൾ, അവനിൽ നിന്ന് ഉളവാകുന്ന പാപ സ്വഭാവങ്ങൾ, പാപത്തിൻ്റെ പ്രവൃത്തികൾ ഇല്ലായ്മ ചെയ്യുവാൻ ഈ ലോകത്തിൽ നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും, എത്ര തന്നെ പ്രയത്നിച്ചാലും അതിന് ഒരു മോചനമില്ലാതിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നും പാപത്തിൻ്റെ പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾക്ക് വിടുവിക്കപ്പെടുവാൻ കഴിയും. ഈ സുവിശേഷ സന്ദേശം എന്തുകൊണ്ടാണ് ആമേൻ ഞങ്ങൾക്ക് ദേശാദേശങ്ങളിൽ കടന്നുപോയി ചെന്ന് ഇതിന് ഞങ്ങൾക്ക് ആരും കൂലിയോ പാരിതോഷികമോ നൽകുന്നില്ല എങ്കിലും ഞങ്ങളിങ്ങനെ സ്വമേധയാ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ കടന്നുപോയി ചെന്ന് അറിയിക്കുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ, എന്തുകൊണ്ട് ഞങ്ങളിങ്ങനെ മിനക്കെടുന്നു എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ നിങ്ങളോട് പറയുവാൻ കഴിയും, ഈ ലോകം ഒരു വലിയ ന്യായവിധിക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ പാപത്തിന് തക്കതായ ഒരു ന്യായവിധി ദൈവം ഈ ലോകത്തിൽ അയക്കാൻ പോവുകയാണ്. ന്യായവിധിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ മറ്റൊരു മാർഗവുമില്ല. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും
മാനസാന്തരപ്പെടുകയും ചെയ്യുക തന്നെ അതിനുള്ള ഉത്തമമായ ഒരു പരിഹാരം. ഈ സമാധാന സുവിശേഷം ആർക്കു വേണ്ടിയുള്ളതാണ്? ക്രിസ്ത്യാനികളുടെ മാത്രം കുത്തകയാണോ? ഒരിക്കലുമില്ല. ശുദ്ധവേദ പുസ്തകം ക്രിസ്ത്യാനികളുടെ മാത്രം പുസ്തകമായിട്ട് അല്ല ആമേൻ അറിയപ്പെടുന്നത്. ഇത് എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യമായ വചനമാണ്. വിശുദ്ധ വേദ പുസ്തകത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ, സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. സാമാന്യ ജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും ഈ സുവിശേഷ സന്ദേശം കേൾക്കണം. അതേ ധനവാന്മാരും ദരിദ്രന്മാരും സാമാന്യജനവും ശ്രേഷ്ഠജനവും സകല ജാതികളുമായുള്ളവരും ഇത് കേൾക്കേണ്ടതാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ സുവിശേഷ സന്ദേശം വെച്ച് ദൈവം സകല മനുഷ്യരെയും ന്യായം വിധിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ അസന്ദിഗ്ധമായി പ്രസ്താവിക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. അതേ വേദപുസ്തകം പറയുന്നു, ദൈവവചനം പറയുന്നു, എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്ന്. അത് എന്തുകൊണ്ട്? നന്മ ചെയ്യാത്തവരായി, തിന്മ പ്രവർത്തിക്കുന്നവരായി എല്ലാവരും അവൻ തീർന്നുപോയത്. ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി അവനിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ്. മറ്റ് സൃഷ്ടിജാലങ്ങളെ, അവൻ ജന്തുക്കളെ, പക്ഷികളെ ഒക്കെയും ദൈവം വാക്കിനാൽ ഉരുവാക്കിയപ്പോൾ മനുഷ്യനെ മാത്രമാണ് തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം നിർമ്മിച്ചത്. ദൈവ സൃഷ്ടിയായ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിനു വേണ്ടി ജീവിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് വിരോധമായി മനുഷ്യൻ അവൻ ജീവിക്കുവാൻ ആരംഭിക്കുമ്പോൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും അതേ മനുഷ്യൻ ഇറങ്ങി പോകുവാൻ തുടങ്ങിയപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് ദൈവം അവൻ ദുഃഖിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതൊന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്നും ദൈവം കണ്ടു. ആകയാൽ മനുഷ്യൻ ദൈവത്തെ മറന്നുകൊണ്ട് വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തെ ഇല്ലാതെയാക്കുമ്പോൾ മനുഷ്യന്റെ പാപത്തിന് തക്കതായ ന്യായവിധി ദൈവം
ഓരോ കാലഘട്ടങ്ങളിലും നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പുരാതന ലോകത്തെ ദൈവം പ്രളയത്താൽ നശിപ്പിച്ചു എങ്കിൽ ഇന്നു നാം കാണുന്ന ഈ ലോകത്തെ തീ കൊണ്ട് നശിപ്പിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. ഇന്ന് നാം കാണുന്ന എല്ലാ പണികളും, മനുഷ്യന്റെ എല്ലാ പ്രവൃത്തികളും തീക്കിരയാകാൻ പോവുകയാണ്. എന്നാൽ അതിനു മുമ്പായി മനുഷ്യൻ ദൈവത്തെ അറിയണമെന്നും അത് മനുഷ്യൻ ദൈവത്തിൻ്റെ ഹിതമനുസരിക്കണമെന്നും ദൈവഹിതമാകയാൽ ഈ ഞായറാഴ്ചയുടെ സായംവേളയിലും എന്നെയും നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ സുവിശേഷം കേട്ടിട്ടും സുവിശേഷ സന്ദേശം നിങ്ങളുടെ കാതുകളിൽ മുഴങ്ങിയിട്ടും സുവിശേഷ പ്രതികൾ നിങ്ങൾ വായിച്ചിട്ടും ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടും മാനസാന്തരം നിങ്ങൾക്കുണ്ടാകാതെ നിങ്ങൾ ഇന്നും നിങ്ങളുടെ പഴയ കാല ജീവിതം പോലെ തന്നെ ഇന്നും ജീവിക്കുന്നത് കൊണ്ട്, ഇന്നും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ഇനിയും സമയങ്ങളെയും കാലങ്ങളെയും നഷ്ടമാക്കാതെ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്നവരായി പാപ സ്വഭാവങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരായി നിങ്ങൾ മാറണമെന്നും ദൈവം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ സായംവേളയിൽ കണ്ണംകുഴി പ്രദേശത്ത് ഞങ്ങളെ അയച്ചിരിക്കുന്നത്. അതെ പ്രിയരെ, കർത്താവ് അവൻ ഈ ലോകത്തിൽ ആയിരുന്നപ്പോൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുകയാണ്. അങ്ങനെ സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായി യേശുക്രിസ്തു കാൽവരിയുടെ കുലമരത്തിൽ നമുക്ക് വേണ്ടി ഒരിക്കലായി അർപ്പിക്കപ്പെടുവാനിടയായി തീർന്നു. ഇനി യേശുക്രിസ്തു തനിക്കായി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി രണ്ടാമതും ഈ ഭൂമിയിൽ പ്രത്യക്ഷമാകും എന്നുള്ള ആ തിരുവെഴുത്ത് ഇതാ അന്വർത്ഥമാകുവാൻ പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആമേൻ മാറ്റൊലികൾ നാം ലോകമെമ്പാടും കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിന് മുമ്പേ നാം രക്ഷിക്കപ്പെടുകയാണെങ്കിൽ, മാനസാന്തരപ്പെടുകയാണെങ്കിൽ, നമ്മുടെ സകല പാപവഴികളിൽ നിന്നും നാം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നു എങ്കിൽ, പാപത്തിൽ മരിക്കുന്ന മനുഷ്യൻ പാതാളത്തിൽ മാത്രമേ ചെന്നെത്തുകയുള്ളൂ. പാപപരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ച് അവൻ കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു എൻ്റെ പാപപരിഹാരത്തിനായിട്ടാണ് ഞാൻ ചെയ്ത എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മരിച്ചു, കല്ലറയിൽ അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് ആകുന്നു എങ്കിൽ, നിങ്ങളുടെ പാപം എത്ര കടുചുവപ്പായാലും
രക്താംബരം പോലെ ചുവപ്പായാലും ഹിമത്തോളം വെള്ളയാക്കി തീർക്കുവാൻ, പഞ്ഞി പോലെയാക്കി തീർക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. കാളത്തന്റെ ഉടയവനെയും കഴുതത്തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. തിരുവചനം പറയുന്നു, എന്റെ ജനമോ എന്നെ അറിയുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന സ്നേഹിതരെ, നാം എപ്രകാരം ജീവിച്ചാലും അവൻ ജീവിച്ചിരുന്ന് മരണം കാണാതെ ഇരിക്കുന്ന ഒരു മനുഷ്യനും ഭൂമിയിലില്ല. നാം ജനിച്ചിരിക്കുന്നു എങ്കിൽ തീർച്ചയായും നാം മരണം വഴി മാത്രമേ ഇവിടം വിട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. മരണത്തിന് മുമ്പേ അവൻ നാം ചിന്തിക്കേണ്ടുന്നതും തീരുമാനിക്കേണ്ടുന്നതുമായ ഒരേ ഒരു വിഷയമാണ് അവൻ സ്വന്തം മരണാനന്തരം നാം എവിടെ പോകും എന്നുള്ളത്. മരണാനന്തരം നമുക്ക് ചെന്നെത്തപ്പെടാൻ കഴിയുന്ന രണ്ട് ഇടങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. ഒന്നുകിൽ സ്വർഗം, അല്ലെങ്കിൽ നരകം. മരണാനന്തര ജീവിതത്തിൽ നാം എവിടെ എത്തണമെന്ന് ജീവനോടിരിക്കുമ്പോൾ തന്നെ തീരുമാനിക്കേണ്ടുന്ന ഒന്നാണ്. മരണശേഷം മരണ പ്രക്രിയകളിലൂടെയോ പ്രവർത്തികളിലൂടെയോ നമുക്ക് നിത്യസ്വർഗത്തിൽ എത്താൻ പറ്റുകയില്ല. പാപിയായി ജീവിച്ച് പാപിയായി മരിക്കുന്ന ഒരു മനുഷ്യൻ എത്തപ്പെടുന്ന ഒരു സ്ഥലമാണ് യാതനാ സ്ഥലം. അവൻ അഥവാ പാതാളം, നരകം എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാം. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും സ്വർഗത്തിൽ എത്തുന്നില്ല. അത് യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാമെങ്കിൽ ആമേൻ, ഇന്ന് ഞായറാഴ്ചയുടെ സായംവേളയിൽ നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുവിക്കപ്പെടാൻ കഴിയും. നിങ്ങളൊരു മദ്യപാനിയാണോ? മദ്യപാനത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം പ്രാപിക്കുവാൻ കഴിയാതിരിക്കുന്നുവോ? അവൻ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് സാധ്യമാകാതിരിക്കുന്നുവോ? യേശു ക്രിസ്തു നിങ്ങളുടേതായ പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനോട് പറ, അവൻ എന്റെ ദുർശീലമായ മദ്യപാനം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. അതെ, നാം ദൈവത്തെ അവൻ അറിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ദൈവത്തെ അറിയാതെയും കണ്ട് ജീവിക്കുന്ന അവൻ സ്വത്രം നിലവാരത്തിലാണ് എങ്കിൽ തീർച്ചയായും നാം അവൻ സ്വത്രം ബുദ്ധിമാന്മാരെന്ന് നമുക്ക് സ്വയം തോന്നും. എന്നാൽ ദൈവം നിങ്ങളെ നോക്കി കാണുമ്പോൾ നിങ്ങളെ അവൻ സ്വത്രം ആ ദൈവം കാണുന്നത് മൂഢന്മാരായിട്ടാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ അക്ഷയനായ ദൈവത്തെ ക്ഷയമുള്ള നാൽക്കാലി, ഇഴജാതി, പറവ എന്നിവയോട് രൂപസാദൃശ്യമാക്കി മാറ്റിക്കളകയും ആമേ കല്ല്, മണ്ണ്, മരം എന്നിവ കൊണ്ടുള്ള ദേവി ദേവന്മാരെ ഒക്കെ ആരാധിക്കുകയും ചെയ്യുന്നത് പാപമാണ്. മദ്യപാനം പാപമാണ്, പുകവലി പാപമാണ്, മയക്കുമരുന്ന് പാപമാണ്, പിടിച്ചുപറി പാപമാണ്, കുലപാതകം പാപമാണ്. ഇന്ന് ലോകത്തിൽ എവിടെ നോക്കിയാലും മക്കൾ ആമേൻ അപ്പനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നു, കുഞ്ഞുമക്കളെ ആമേൻ ആ കിണറ്റിലിട്ടും ആമേൻ സ്തോത്രം അല്ലാതെയൊക്കെ നശിപ്പിക്കുക എന്ന ഒരു കാലഘട്ടമാണ്. പാപം മനുഷ്യരുടെ ഇടയിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാണ്. അതേ മനുഷ്യൻ അറിവും കഴിവും ജ്ഞാനവും എല്ലാം പ്രാപിച്ചിട്ടും ആമേൻ സ്തോത്രം വിദ്യാഭ്യാസത്തിൽ ആമേൻ സാക്ഷര കേരളം, സുന്ദര കേരളമെന്ന് വിശേഷിക്കപ്പെടുകയും
ഒക്കെ ചെയ്തിട്ടും PhD-യും ഡിപ്ലോമയും ഡോക്ടറും എഞ്ചിനീയർമാരും ഒക്കെ ആയി തീർന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യനിൽ പാപം കുടികൊള്ളുന്നു? അതെ, വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടല്ല, കഴിവില്ലാത്തത് കൊണ്ടല്ല. എന്തുകൊണ്ട് മനുഷ്യൻ മദ്യപാനിയായി തീർന്നു? എന്തുകൊണ്ട് മനുഷ്യൻ മദ്യത്തിന് അഡിക്റ്റായി മാറിക്കൊണ്ടിരിക്കുന്നു? മനുഷ്യനിലെ അതേ പാപ സ്വഭാവം അവൻ വിളർത്തി കാണിക്കുന്നതാണ്. അവനിലുള്ള ഈ ദുസ്വഭാവങ്ങൾ, ഇത് സ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണമോ? ആമേൻ. നിങ്ങളൊരു പാപിയാണെന്ന് സ്വയം സമ്മതിക്കാൻ നിങ്ങൾ തയ്യാറാകണം. മനുഷ്യനെ പാപി എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. എന്തുകൊണ്ട്? മനുഷ്യൻ പാപിയായതുകൊണ്ടല്ലേ മനുഷ്യൻ മോഷ്ടിക്കുന്നത്, കുലപാതകം ചെയ്യുന്നത്, പിടിച്ചു പറിക്കുന്നത്. ഇതെല്ലാം മനുഷ്യൻ പാപിയായതുകൊണ്ടാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് ഈ ലോകത്തിൽ നേർച്ച കാഴ്ചകൾ കഴിക്കുന്നത് കൊണ്ടോ, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് കൊണ്ടോ, വെടിവഴിപാട് നടത്തുന്നത് കൊണ്ടോ, സാമ്പ്രാണി കത്തിക്കുന്നത് കൊണ്ടോ, മെഴുകുതിരി കത്തിക്കുന്നത് കൊണ്ടോ ഇതുകൊണ്ടൊന്നും വിടുതൽ പ്രാപിക്കാൻ കഴിയത്തില്ല. എന്നാൽ പാപത്തിന് പരിഹാരം ഈ ലോകത്തിൽ പാപമില്ലാത്തവനായി ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി മാനവന്റെ പാപപരിഹാരത്തിനായി ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ പോലെ ആമേൻ കന്യകാമറിയയിലൂടെ പൂജാതനായി 33 തിരുവയസ്സുവരെ ഒരു മനുഷ്യനെ പോലെ ഈ ലോകത്തിൽ ജീവിക്കുകയും പാപം തൊട്ടു തീണ്ടാതെയും ജനനത്തിൽ തന്നെ അവൻ ദൈവം ആണെന്ന് അവൻ സ്വത്രം വെളിപ്പെടുത്തുകയും വളർച്ചയിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരിക്കുകയും തൻ്റെ 30-ാമത്തെ വയസ്സു മുതൽ ലോകത്തിൽ എങ്ങും തലങ്ങും വിലങ്ങും സഞ്ചരിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ട് കുരുടർക്ക് കാഴ്ച നൽകിക്കൊണ്ട്, മുടന്തരെ നടക്കുമാറാക്കിക്കൊണ്ട്, വിശന്നവർക്ക് അപ്പം നൽകിക്കൊണ്ട്, ചെകിടരെയും ഊമരെയും വിടുവിച്ചുകൊണ്ട്, പൈശാചിക ബന്ധനസ്ഥര് ആയിരുന്നവരെ അതിൽ നിന്നും വിടുവിച്ച്, മരിച്ചവരെ ഉയർപ്പിച്ച്, ലോകത്തിൽ വളരെ വളരെ അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ട് ദൈവമെന്ന് ആമേൻ സ്വത്രം ലോകത്തിന് തെളിയിച്ചുകൊണ്ട് യാതൊരു കുറ്റവും ചെയ്യാതെ ഒരു കുറ്റവാളിയെപ്പോലെ മഹാപുരോഹിതന്മാരും പടയാളികളും ഒത്തുചേർന്ന് അവരുടെ ഒത്താശയോടെ യേശുവിനെ പിടിച്ചുകെട്ടി റോമ ഗവൺമെന്റിനെതിരെ വിപ്ലവം സൃഷ്ടിച്ച വിപ്ലവകാരി എന്ന പേരോടുകൂടി യേശുവിനെ അവൻ ക്രൂശിപ്പാൻ തക്കവണ്ണം അത് വിസ്തരിക്കുകയും വിസ്താരവേളയിൽ യാതൊരു കുറ്റവും തെളിയിക്കുവാൻ കഴിയാതെ അവൻ കുറ്റമില്ല എന്ന് പറയുകയും ഒരു കുറ്റക്കാരനെ പോലെ ജനത്തിൻ്റെ ആവശ്യപ്രകാരം അതെ ക്രൂശിപ്പാൻ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന യേശു യാതൊരു കുറ്റവും ചെയ്യാതെ, ഒരു പാപവും ചെയ്യാതെ, ഒരു പാപിയെപ്പോലെ ക്രൂശിൽ അവൻ തറയ്ക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. യേശു ക്രൂശിക്കപ്പെട്ട് മരിച്ച് യോസേഫ് തനിക്കായി ഒരുക്കപ്പെട്ടിരുന്ന കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ
യേശു പറഞ്ഞതുപോലെ തന്നെ റോമ ഗവൺമെന്റിന്റെ കല്ലറയെ ആമേൻ സ്തോത്രം അതിന്മേലുരുട്ടി വച്ചിരുന്ന ആ പാറയെ ഒക്കെ നീക്കിക്കൊണ്ട് ഉത്തുംഗ പ്രതാപനായി ആമേൻ മൂന്നാം നാൾ യേശു ക്രിസ്തു ആമേൻ ഉയർത്തെഴുന്നേൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ആമേൻ യേശു മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ലധികം ദിവസം ആമേൻ 500-ലധികം പേർക്ക് യേശു പ്രത്യക്ഷനാകുകയും ആമേൻ സ്തോത്രം ഗലീല പുരുഷന്മാർ നോക്കി നിൽക്കെ ആകാശമേഘങ്ങളിൽ ആമേൻ കരേറി സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ യേശു പറഞ്ഞു പോയി, ആമേൻ ഞാൻ പോകുന്നത് പോലെ തന്നെ പിന്നെയും മടങ്ങി വരും. യേശു പറഞ്ഞതുപോലെ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന ആ വചനപ്രകാരം യേശു ആമേൻ വരുന്നതിൻ്റെ അടയാളമാണ്. ആമേൻ സ്തോത്രം യേശുവിൻ്റെ മടങ്ങി വരവിൻ്റെ മംഗളമണിനാഥമാണ് നമ്മുടെ ചെവികളിൽ നാം ഇന്നു കേട്ടുകൊണ്ടിരിക്കുന്നതായ പകർച്ചവ്യാധികൾ, ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, അതുപോലെ ആമേൻ അക്രമങ്ങൾ, അതിക്രമങ്ങൾ, പാപങ്ങൾ അത് ഇനിയും കുറയുകയല്ല, ആമേൻ സ്തോത്രം വർദ്ധിക്കുക തന്നെ ചെയ്യും. എത്ര നിയമങ്ങൾ ആമേൻ സ്തോത്രം നമുക്ക് മുൻപിൽ ഘടിപ്പിച്ചാലും ആമേൻ സ്തോത്രം അതെ നമുക്ക് നിയമപ്രകാരമുള്ള ശിക്ഷകൾ ആമേൻ നൽകി തന്നാലും ആമേൻ പാപത്തിൻ്റെ ശക്തി പിശാച് ആമേൻ തനിക്കിനി കാലം അധികമില്ല എന്ന് ആമേൻ അറിഞ്ഞുകൊണ്ട് മനുഷ്യരെ ദൈവത്തിൽ നിന്നും അകറ്റുവാൻ അവൻ അധികം അവൻ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതെ, ഇന്ന് ഈ സായവേളയിൽ നിങ്ങൾ കേൾക്കുന്ന ആമേൻ തിരുവചന സന്ദേശം, അതെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആമേൻ സന്ദേശം, ഇത് സമാധാന സന്ദേശമാണ്. ഈ സമാധാന സുവിശേഷം ആമേൻ സ്തോത്രം നിങ്ങൾ കേട്ട് ആമേൻ സ്തോത്രം ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് കളയുന്നവരായിട്ടല്ല, ആമേൻ കേട്ട് ആമേൻ ഈ സായവേളയിൽ നിങ്ങൾ മാനസാന്തരത്തിന് ആമേൻ തയ്യാറാകുന്നു എങ്കിൽ, നിങ്ങളൊരു പാപിയാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുന്നു എങ്കിൽ, ആമേൻ നിങ്ങളുടെ പാപ സ്വഭാവങ്ങളെ വിട്ടുകളഞ്ഞ് ആമേൻ സ്തോത്രം നിങ്ങളുടേതായ യാതൊരു ആമേൻ സ്തോത്രം പ്രയത്ന ഫലങ്ങളും ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങളെയാണ് ദൈവത്തിന് ആവശ്യം. ആമേൻ സ്തോത്രം ദൈവം വസിക്കുന്ന ഭവനമായി, മന്ദിരമായി ദൈവം നിങ്ങളെ ആമേൻ കണ്ടിരിക്കുമ്പോൾ, ആമേൻ ദൈവം അശുദ്ധമായ ഇടങ്ങളിൽ ആമേൻ സ്തോത്രം അശുദ്ധമായ ആമേൻ ചിന്തകളുള്ള ഹല്ലേലൂയ ആമേൻ അതെ മന്ദിരം ആമേൻ സ്തോത്രം പുകയ്ക്കുന്ന, മദ്യപിക്കുന്ന, ആമേൻ വ്യഭിചരിക്കുന്ന, ആമേൻ കുലപാതകം ചെയ്യുന്ന, മോഷ്ടിക്കുന്ന, ആമേൻ സ്തോത്രം അസൂയയും ആമേൻ സ്തോത്രം അതുപോലെ വക്രതയും ആമേൻ ഒക്കെ ഉള്ള ഒരു ഹൃദയങ്ങളിലും ദൈവം വസിക്കയില്ല. ദൈവം വസിക്കേണ്ടുന്ന ശരീരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ആകയാൽ ആമേൻ സ്തോത്രം നമ്മുടെ ജീവിത നാളുകൾ ആമേൻ വളരെ നമ്മുടെ മുമ്പിൽ ചുരുക്കമായിരിക്കുമ്പോൾ, നാം എപ്പോൾ ആമേൻ സ്തോത്രം ഈ ലോകത്തിൽ നിന്നും വിട പറയുമെന്ന് നാം അറിയാതിരിക്കുമ്പോൾ, നമുക്ക് എത്ര കഴിവുകൾ ഉണ്ടെങ്കിലും വിദ്യാസമ്പന്നതയുണ്ടെങ്കിലും നമുക്ക് ഔദ്യോഗികമായ സ്ഥാനങ്ങളും ബഹുമതികളും അതുപോലെ ബഹുമാനങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഈ ഭൂമിയിൽ മാത്രമുള്ളതാണ്. അതെല്ലാം നാം ഇവിടെ ആമേൻ സ്തോത്രം ഉരിഞ്ഞു വെച്ച് ആമേൻ സ്തോത്രം നാം ഈ ലോകത്തിൽ ഒന്നുമില്ലാത്തവരായി വന്നതുപോലെ തന്നെ നാം മടങ്ങി പോകേണ്ടുന്നവരാണ്. മരണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടുവാൻ എത്ര സമ്പത്തുണ്ടെങ്കിലും
എത്ര സ്വാധീനങ്ങളും ആൾ ബലവുമുണ്ടെങ്കിലും അതേ വിശുദ്ധ വേദപുസ്തകം തിരുവചനം പറയുന്നു, സഹോദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിന് അവനെ വീണ്ടെടുപ്പാനോ ദൈവത്തിന് വീണ്ടെടുപ്പ് വില കൊടുപ്പാനോ ആർക്കും കഴിയുകയില്ല. അവരുടെ പ്രാണന്റെ വീണ്ടെടുപ്പ് സ്തോത്രം വിലയേറിയത്, അത് ഒരു നാളും സാധിക്കയില്ല. ആകയാൽ സ്തോത്രം ഹല്ലേലൂയ മരണത്തോടൊപ്പം ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ സകല ബഹുമാനവും നമ്മുടെ അധികാരവും നമ്മുടെ ശക്തിയും പണവും പ്രതാപവും എല്ലാം സ്തോത്രം അതേ നിന്നു പോകും. മരണം വഴിയായി ദൈവം നമുക്ക് നൽകിയിട്ടുള്ളതായ ആത്മാവ് സ്തോത്രം നമ്മെ വിട്ട് സ്തോത്രം അതേ കടന്നു പോകുമ്പോൾ നാം ചെന്നെത്തപ്പെടുന്ന ഇടമാണ് ഒന്നുകിൽ നരകം അല്ലെങ്കിൽ സ്വർഗം. അതെ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്കു തക്കതായ പ്രതിഫലം പ്രാപിക്കുവാൻ നാം കടന്നു പോകുന്ന ഇടം എവിടെയാണെന്ന് സ്തോത്രം വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുമ്പോൾ എവിടെ പോകണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. മരണത്തിന് മുമ്പേ നാം അത് തീരുമാനിക്കണം. മരണശേഷം നമുക്ക് തീരുമാനിക്കുവാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തിക്കനുസൃതമായ സ്ഥാനത്ത് നാം കടന്നു പോകേണ്ടതായി വരും. ഈ ഞായറാഴ്ചയുടെ സായം വേളയിൽ പ്രിയരെ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചു. നിങ്ങൾ കേട്ട ഈ സുവിശേഷ സന്ദേശം നിങ്ങൾ വിശ്വസിച്ച് ഈ സുവിശേഷത്തിനു വേണ്ടി നിങ്ങളുടെ ഹൃദയങ്ങളെ സമർപ്പിക്കുന്നു എങ്കിൽ, നിങ്ങൾ എത്ര പാപിയായാലും നിങ്ങളുടെ ജീവിതത്തിൽ എത്ര തെറ്റുകളുണ്ടെങ്കിലും, ഞാനൊരു പാപിയാണെന്ന് ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുകയും നിങ്ങൾ സമ്മതിക്കുകയുമാണെങ്കിൽ, അതെ, നിങ്ങളുടെ പാപത്തെ ക്ഷമിക്കുവാൻ നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശുവിന് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയും. അല്ല, ഇനിയും നിങ്ങൾക്ക് മാനസാന്തരപ്പെടുവാനോ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് ഉണരുവാനോ നിങ്ങൾക്ക് കഴിയാതിരിക്കുന്നു എങ്കിൽ, പ്രിയമുള്ളവരെ, നാളത്തെ ദിവസം നമുക്കുള്ളതല്ല, അടുത്തുള്ള മണിക്കൂറുകൾ നമുക്കുള്ളതല്ല. നാം നമ്മുടെ സമപ്രായക്കാരായ, നമ്മുടെ പ്രായത്തിൽ വളരെ കുറഞ്ഞവരായ എത്രയോ പേരെ ആരോഗ്യമുള്ളവരായിരുന്നിട്ട് കണ്ടിട്ട് ക്ഷണനേരം കൊണ്ട് സ്വത്രം പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ അവരുടെ ജീവൻ ഈ മണ്ണിൽ നിന്നും പൊലിഞ്ഞു പോയിരിക്കുമ്പോൾ നമുക്കാർക്കും പ്രശംസിപ്പാൻ കഴിയുകയില്ല. നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യത്തെ നമുക്കാർക്കും അളക്കുവാൻ കഴിയത്തില്ല. ഏതു നിമിഷവും മരണമെന്ന മൂന്നക്ഷരം നമ്മെ വന്നു പിടിപ്പാൻ ഇടയുണ്ട്. മരണത്തിന് മുമ്പേ നാം ഹല്ലേലൂയ യേശുവിനെ അറിയുകയാണെങ്കിൽ സ്തോത്രം മരണാനന്തരം നിത്യസ്വർഗത്തിൽ നിങ്ങൾക്ക് സ്തോത്രം വാസം ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകും. ഈ ഞായറാഴ്ചയുടെ സായവേളയിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്നും മനുഷ്യപുത്രന്മാരെ നോക്കുമ്പോൾ ദൈവത്തെ അനുസരിക്കുന്നവരായിട്ടാണോ അതോ സ്വന്തം ഹൃദയപ്രകാരം സ്വന്തം നിരൂപണങ്ങൾ പോലെ മദ്യത്തിനും മയക്കുമരുന്നിനും ദുർനടപ്പിനും ജീവിതം ഏൽപ്പിച്ചു കൊടുത്തിട്ട് ദൈവം ഇല്ലാത്തവരെ പോലെ ഹല്ലേലൂയ വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിച്ചുകൊണ്ട് ദേശത്തിൽ പാപം പെരുക്കിക്കൊണ്ട് ജീവിക്കുകയാണോ? നിങ്ങൾ ഒരു ന്യായവിധിയെ നേരിടാൻ പോവുകയാണ്. ന്യായവിധിയിൽ നിങ്ങളുടെ
ആമേൻ സ്തോത്രം, നട്ടെല്ല് നിവരോടെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ പാപത്തെക്കുറിച്ച് നിങ്ങൾ ഓർത്തനുതപിച്ച് പാപിക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് കാൽവരി ക്രൂശിൽ മരിച്ച് അവൻ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിത്യ സ്വർഗം പോകുവാൻ ഈ ദേശത്തെ ദേശനിവാസികളെ ആത്മാർത്ഥമായ ദൈവസന്നിധിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട്, ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന എല്ലാ മാന്യ സ്നേഹിതരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയെയും ഞങ്ങൾ അറിയിക്കുകയാണ്. അതെ, ഇവിടെ വ്യാപാരം ചെയ്യുന്ന വ്യാപാരി സുഹൃത്തുക്കൾ, വാഹനമോടുന്ന ഡ്രൈവേഴ്സ്, ഇതുവഴി അവൻ യാത്രക്കാരായി ഞങ്ങളെ ശ്രദ്ധിച്ചവർ, അകലങ്ങളിലും ഭവനങ്ങളിലും കടത്തിണകളിലൊക്കെ ആയിരുന്നുകൊണ്ട്, വഴിയോരങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കുമുള്ള ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയെയും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെ നാൾക്കുനാൾ ദൈവം അഭിവൃദ്ധിയിലേക്ക് നടത്തുമാറാകട്ടെ. ആമേൻ. ഈ വാക്കുകളോടെ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ആമേൻ. സ്തോത്രം.